ഹലോ അസ്സാം വലൈക്കും. ദ ഹൗസ് ഓഫ് പ്രകൃതി ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കറക്റ്റ് ഫേസ് പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക, സ്ക്രബ് എങ്ങനെ ചെയ്യുക, സ്കിൻ കെയർ ഓയിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ പ്രോഡക്റ്റ്, നമ്മുടെ പ്രകൃതിയുടെ ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ്. മെയിനായിട്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ തൈരിലോ പാലിലോ തേനിലോ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ നിങ്ങൾക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് തൈരിൽ മിക്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഫേസ് സ്ക്രബാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് തൈരിൽ മിക്സ് ചെയ്യുമ്പോഴാണെന്ന്. ഓവർ ലൂസാവാനും പാടില്ല, എന്നാൽ ഓവർ തിക്കാവാനും പാടില്ല. ഒരു സെമി ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് നമ്മൾ തൈര് ആഡ് ചെയ്തുകൊണ്ട് മിക്സ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് തൈരിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ളതിൽ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ക്രീമി കൺസിസ്റ്റൻസി പോലെ ആക്കിയെടുക്കുക കേട്ടോ. അതിൽ കാണുന്നുണ്ടാവും. ഇതുപോലെ ആക്കിയെടുക്കുക. നല്ല അടിപൊളി നല്ല മണമാണ് കേട്ടോ. ഇതിൽ റോസ് പെറ്റൽസിൻ്റെ മണമൊക്കെയാണ് ഇതിന് വരുന്നത്. ഇത് റോസ് പെറ്റൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. വേറെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്തായാലും ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മുഖത്തെ കരിവാളിപ്പ്, കണ്ണിനടിയിലെ കറുപ്പ്, പാടുകൾ, കുത്തുകൾ, കുഴികൾ എന്നിവ മാറ്റി നിറവും മുഖകാന്തിയും വർദ്ധിപ്പിക്കുന്നു. അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആഴ്ചയിൽ ഒരു 2 വട്ടം യൂസ് ചെയ്താൽ തന്നെ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. പിന്നെ നമ്മൾ സ്ക്രബ് ആയതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ. നല്ലപോലെ സ്ക്രബ് ചെയ്യുക. അപ്പോൾ മുഖത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്ന് കാര്യങ്ങളൊക്കെ അത് റിമൂവ് ചെയ്ത് കളയും. നല്ല റിസൾട്ടാണ് കേട്ടോ. ഈ സ്ക്രബ് യൂസ് ചെയ്ത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം കേട്ടോ. കണ്ടില്ലേ, ഫേസ് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയും കൂടെ കാണിക്കേണ്ടത് ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഗ്ലോവും കാര്യങ്ങളും ഇപ്പം തന്നെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്ക്രബ്. കണ്ടില്ലേ, അപ്പം മുഖത്ത് നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി സ്ക്രബും കാര്യങ്ങളും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ സ്ക്രബ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണതാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രകൃതിയുടെ ഫേസ് പാക്ക്. അപ്പോൾ നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്കിൻ്റെ കളർ. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. അതുപോലെ നല്ല അടിപൊളി സ്മെല്ലും ആണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കുന്നത് കേടാണ്. ഞാൻ എല്ലാ പാക്കാണെങ്കിലും സ്ക്രബാണെങ്കിലും ഒക്കെ ഞാൻ തൈരാണ് എടുക്കുക. കാരണം നമ്മൾ മുഖം ബ്ലീച്ച് ചെയ്തൊരു ഫീലായിരിക്കും നമുക്കിത് ചെയ്താൽ കിട്ടുക കേട്ടോ. അതെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഓവർ ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഓവർ തിക്കും ആവാൻ പാടില്ല. സെയിം നമ്മൾ സ്ക്രബ് മിക്സ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഈ തൈര് മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മളെ ഹണി കാര്യങ്ങൾ ചേർക്കാവുന്നതാണ്. നമ്മുടെ പ്രകൃതിക്ക് തന്നെ ഹണി പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. നല്ല ഓർഗാനിക്കായിട്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ഹണിയും കാര്യങ്ങളുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതുപോലെ ആക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ വാഷ് ചെയ്യണമെന്നും കാണിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്യണം കാണിച്ചു തരാം കേട്ടോ. ഫേസ് പാക്ക് ആണെങ്കിലും ഏത് ഇങ്ങനത്തെ ഐറ്റം ആണെങ്കിലും നമ്മൾ ഇത് മേലോട്ട് വേണം കേട്ടോ നമ്മൾ ഫേസിലാക്കാനായിട്ട്. ഒരിക്കലും താഴോട്ടാക്കാൻ പാടില്ല. നമ്മളങ്ങനെ താഴോട്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യും. അപ്പോൾ ഒരുപാട് കവിളും കാര്യങ്ങളും വന്ന് ചാടി തൂങ്ങിയ പോലെ ആവും. അപ്പോൾ നമ്മളെ ഫേസിൻ്റെ ആ ഒരു ഭംഗി പോയി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ ചെയ്യുമ്പോൾ. അതുപോലെ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് മൂലം മുഖത്തെ കുത്തുകൾ, പാടുകൾ, കുരുക്കൾ, അതുപോലെ കുഴികൾ ഒക്കെ മാറി കിട്ടും കേട്ടോ.
പിന്നെ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് കണ്ണിനടിയിലൊക്കെ ആക്കി കൊടുക്കുക, യാതൊരു പ്രശ്നമില്ല അങ്ങനെ ആക്കണോണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മുഖം നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ആവാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഓവർ നിങ്ങളുടെ സ്കിന്ന് നല്ല ടൈറ്റായി വലിഞ്ഞു മുറുകണ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് വാട്ടർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഫീൽ പോയി കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് എന്തായാലും വാഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഫേസ് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം മുഖം കഴുകി വന്നതാണ്. നല്ലൊരു ഗ്ലോവും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ ഫേസിൽ. ഇനി നമുക്ക് ഒരു സാധനം കൂടെ അപ്ലൈ ചെയ്യാനുണ്ട് നമ്മുടെ ഫേസിൽ. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത്. ഒരു സിറം പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമല്ല, നമുക്ക് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് യൂസ് ചെയ്യുക, കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക, കിടന്നുറങ്ങാൻ പോകുന്ന ടൈമിൽ യൂസ് ചെയ്യുക. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഓയിൽ ഒരു 2-3 ഡ്രോപ്സോളം മതിയാവും. നമ്മളെ ഫേസിന് ആവശ്യമായിട്ടുള്ള അത്ര എടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുഖത്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ മസാജ് ചെയ്താൽ മതി. മുഖത്ത് എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്യുക, കഴുത്തിലും അതുപോലെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യുക. ഇതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഖ സൗന്ദര്യത്തിന്, മുഖത്തെ കറുപ്പ്, ശരീരത്തിലെ പാടുകൾ, ചുണങ്ങ്, കുഴിനകം, ചൊറിച്ചിൽ, സോറിയാസിസ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറ്റി ശരീരം നിറം വർദ്ധിപ്പിക്കുന്നതിന് നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് വേറെ, വലിയവർക്ക് വേറെ ആയിട്ട് നമ്മളിത് വേറെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബേബി സ്കിൻ കെയർ ഓയിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ വേണ്ട ആൾക്കാർ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. കണ്ടില്ലേ, നമ്മൾ ഈ ഓയിലും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഗ്ലാസി സ്കിൻ ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വേണ്ട ആൾക്കാരൊക്കെ താഴെ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും.